പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗം കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷങ്ങൾ ഇസ്ലാമിക ലോകം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ആർക്കും എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ശക്തനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും കയ്യിൽ വാളുമേന്തി വികാരാധീനനായി നിൽക്കുന്നു. ആ സമയത്താണ് ഒരാൾ കടന്നു വരുന്നത്. തികഞ്ഞ ശാന്തതയോടെ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അറിയുക, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും അള്ളാഹുവെയാണ് ആരാധിക്കുന്നതെങ്കിൽ അറിയുക, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരണപ്പെടുകയുമില്ല. ആ ഒറ്റവാക്കിൽ ഇസ്ലാമിക ലോകത്തെ അദ്ദേഹം ശാന്തമാക്കി, ഒരു വൻമതിൽ പോലെ നയിച്ചു. ആരായിരുന്നു ആ വ്യക്തി? പ്രവാചകൻ്റെ നിഴലായി ജീവിച്ച ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആനക്കലാപ വർഷത്തിന് ശേഷം 2 വർഷവും ഏതാനും മാസങ്ങളും കഴിഞ്ഞാണ് മക്കയിലെ മാന്യമായ ഖുറൈശി തറവാട്ടിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അബ്ദുള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഇസ്ലാമിന് മുൻപ് തന്നെ മക്കയിലുള്ളവർക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനമായിരുന്നു. കാരണം അദ്ദേഹം കള്ളം പറയാത്ത, മദ്യം കഴിക്കാത്ത, പാവങ്ങളെ സഹായിക്കുന്ന മാന്യനായ ഒരു തുണി വ്യാപാരിയായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചപ്പോൾ പുരുഷന്മാരിൽ നിന്നും യാതൊരുവിധ സംശയവുമില്ലാതെ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോഴും അവർക്കൊക്കെ ചെറിയൊരു ശങ്കയുണ്ടായിരുന്നു. എന്നാൽ അബൂബക്കർ മാത്രം ഒരു മടിയും കൂടാതെ അത് സ്വീകരിച്ചു. അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന ലേബൽ എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാമോ? പ്രവാചകൻ തൻ്റെ ഇസ്രാ മിഅ്റാജ് ചരിത്രം മക്കക്കാരോട് പറഞ്ഞപ്പോൾ പലരും പരിഹസിച്ചു. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിന്റെ കൂട്ടുകാരൻ പറയുന്ന ഫലിതം കേട്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി ഇതായിരുന്നു, ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണെങ്കിൽ ഇതിനപ്പുറമുള്ള ആകാശ വർത്തമാനങ്ങളും ഞാൻ സത്യപ്പെടുത്തും. ആ ഉറച്ച വിശ്വാസമാണ് അദ്ദേഹത്തെ സിദ്ദീഖ് ആക്കിയത്. ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഒട്ടനവധി അടിമകളെ സ്വന്തം പണം കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. തൻ്റെ സമ്പത്ത് മുഴുവൻ അദ്ദേഹം ദീനിനു വേണ്ടി ചിലവഴിച്ചു. മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജ്റ പ്രയാണം പ്രവാചകൻ്റെ കൂടെയുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമാണ്. ശത്രുക്കൾ അവരെ വധിക്കാൻ പിന്നാലെയുണ്ട്. അവർ സൗർ ഗുഹയിൽ അഭയം തേടി. ശത്രുക്കൾ ഗുഹയുടെ തൊട്ടുമുന്നിൽ വരെ എത്തിക്കഴിഞ്ഞു. അവർ താഴേക്ക് നോക്കിയാൽ പ്രവാചകനെയും അബൂബക്കറിനെയും കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയത്തോടെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അവർ കാലടിയിലേക്ക് നോക്കിയാൽ നമ്മളെ കാണും. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ആ വാക്ക് ഖുർആനിലുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. വിഷമിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ആ യാത്രയിലാണ് അവർ സുരക്ഷിതരായി മദീനയിലെത്തുന്നത്. ഹിജ്റ 11 പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയോഗം അടഞ്ഞപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒന്നാമത്തെ ഭരണാധികാരിയായി ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കപ്പെട്ടു.
കേവലം 2 വർഷവും 3 മാസവും മാത്രമാണ് അദ്ദേഹം ഭരിച്ചത്. എന്നാൽ ആ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ചരിത്രത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹം അധികാരമേറ്റയുടൻ വലിയ 3 പ്രതിസന്ധികൾ നേരിട്ടു. വ്യാജ പ്രവാചകന്മാർ. നബിയുടെ മരണശേഷം മുസൈലമത്തുൽ ഖദ്ദാബ് ഉൾപ്പെടെയുള്ള വ്യാജ പ്രവാചകന്മാർ രംഗത്തു വന്നു. സക്കാത്ത് നിഷേധികൾ. ചില ഗോത്രങ്ങൾ സക്കാത്ത് തരില്ല എന്ന് പ്രഖ്യാപിച്ചു. മുർത്തദ്ദുകൾ. ചിലർ ഇസ്ലാം ഉപേക്ഷിച്ചുപോയി. പലരും പറഞ്ഞു, ഇപ്പോൾ അവരോട് യുദ്ധത്തിന് നിൽക്കരുത്, അവസ്ഥ മോശമാണ്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സിംഹത്തെപ്പോലെ ഉറച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് സക്കാത്തായി നൽകിയിരുന്ന ഒരു ഒട്ടകത്തിൻ്റെ കയർ പോലും ആരെങ്കിലും തരാതിരുന്നാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. അദ്ദേഹം സൈന്യത്തെ അയച്ച് ഈ കലാപങ്ങളെല്ലാം അടിച്ചമർത്തുകയും ഇസ്ലാമിക സാമ്രാജ്യത്തിന് ശക്തമായ അടിത്തറയുണ്ടാക്കുകയും ചെയ്തു. റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾക്കെതിരെയുള്ള വലിയ വിജയങ്ങൾക്ക് തുടക്കം കുറിച്ചതും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ ഒരൊറ്റ പുസ്തകമായി മുസ്ഹഫ് ക്രോഡീകരിക്കാൻ മുൻകൈ എടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. വ്യാജ പ്രവാചകന്മാർക്കെതിരെ നടന്ന യമാമ യുദ്ധത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരുപാട് സ്വഹാബികൾ വധിക്കപ്പെട്ടു. ഇതേ തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് സയ്യിദ് ബിൻ താബിത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച് പലയിടത്തായി എഴുതി വച്ചിരുന്ന ഖുർആൻ വചനങ്ങൾ ശേഖരിച്ച് ക്രോഡീകരിച്ചത്. ഹിജ്റ 13 തൻ്റെ 63-ാം വയസ്സിൽ ആ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണക്കിടക്കയിൽ വെച്ച് പോലും താൻ ഭരണാധികാരിയായ ശേഷം പൊതുമുതലിൽ നിന്ന് വാങ്ങിയ ശമ്പളം കണക്കാക്കി തൻ്റെ വ്യക്തിപരമായ സ്വത്ത് വിറ്റ് ആ പണം ബൈത്തുൽ മാലിലേക്ക് തിരിച്ചടക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. പ്രവാചകൻ്റെ വിയോഗശേഷം ഇസ്ലാമിക ലോകം തകർന്നു പോകാതെ കാത്ത ആ 1-ാമത്തെ ഖലീഫ ഇന്ന് മദീനയിലെ റൗള ഷരീഫിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടരികിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ചരിത്രത്തിലെ ഏറ്റവും വിശ്വസ്തനായ ആ കൂട്ടുകാരൻ്റെ യഥാർത്ഥ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. അസ്സലാമു അലൈക്കും.